തൃശൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയ ആയുർവേദ ഡോക്ടർ മയൂർനാഥിന്റെ മരണം വിശദമായി അന്വേഷിക്കാൻ കേരള പോലീസ്. നേപ്പാളിൽ കുളത്തിൽ മരിച്ച നിലയിലാണ് മയൂർനാഥിനെ കണ്ടെത്തിയത്. കുളിക്കുന്നതിന്റെ അപസ്മാരം വന്നെന്നാണ് വിവരം. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മയൂർനാഥ് നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഒരു ദുരൂഹതയുണ്ടല്ലോ ഇതിൽ. ഏത് രീതിയിലാണ് ഇയാൾ നേപ്പാളിലെത്തിയത്? ആരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നു? ഇപ്പോൾ മരണത്തിലും ആ ഒരു ദുരൂഹത അവശേഷിപ്പിച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. ഹാഷ്മി ക്രിസ്ത്യന, എന്തായാലും പിതാവിനെ കൊന്ന് കൃത്യം 1 വർഷം പിന്നിടുമ്പോഴാണ് മയൂർനാഥിൻ്റെ മരണമുണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ 2023 ഏപ്രിലായിരുന്നു കടലക്കരയിൽ വിഷം ചേർത്ത പിതാവ് ശശീന്ദ്രനെ മകൻ ആയുർവേദ ഡോക്ടർ കൂടിയായ മയൂർനാഥ് കൊലപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ ഈ കേസിൻ്റെ വിചാരണയുമൊക്കെ ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു മയൂർനാഥ്. കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് ജാമ്യം ലഭിക്കുകയും അവിടെ നിന്ന് തിരികെ കൊച്ചിയിലെത്തി തൃപ്പൂണിത്തറയിലുള്ളൊരു ബന്ധുവീട്ടിലായിരുന്നു കുറച്ചുനാൾ താമസം. അതിനുശേഷം തൃശ്ശൂരിലേക്ക് വന്നു. തൃശ്ശൂരിൽ ഒരു സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തു എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയ പണം കൊണ്ടാണോ നേപ്പാളിലേക്ക് പോയത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. നേപ്പാളിലെത്തി ശിഷ്ടകാലം സന്യാസ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനായിരുന്നു മയൂർനാഥിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നേപ്പാളിലുള്ളൊരു കുളത്തിൽ മയൂർനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപസ്മാരം വന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് നിലവിൽ കേരള പോലീസിന് മുന്നിലുള്ളത്. അങ്ങനെ തന്നെയാണോ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എങ്ങനെയാണ് മരിക്കുന്നത്, ഒപ്പം ഈ കേരളത്തിൽ നിന്ന് ജാമ്യത്തിലുള്ള ആൾ എങ്ങനെ കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് കടന്നു എന്നടക്കമുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറയിലെ ബന്ധുക്കളെയും ഒപ്പം തൃശ്ശൂരിൽ എവിടെയാണ് മയൂർനാഥ് ജോലി ചെയ്തത് എന്നതുകൂടി കണ്ടെത്തിയ സ്ഥാപനത്തിലും പരിശോധന നടത്താനും ഇവരെ ചോദ്യം ചെയ്യാനുമാണ് നിലവിൽ പ്രാഥമികമായി പോലീസ് ശ്രമിക്കുന്നത്. അതുകൂടി അറിഞ്ഞ ശേഷമായിരിക്കും നേപ്പാളിലേക്ക് പോകണം, അവിടെ അന്വേഷണം നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും മയൂർനാഥിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെയാണ് പോലീസിൻ്റെ പ്രഥമ ലക്ഷ്യം. ഹാഷ്മി ക്രിസ്ത്യൻ. അശ്വിൻ പാലാഴിയാണ്. അപ്പോൾ അത് കേവലം അപസ്മാരം വന്ന് സാധാരണ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു മരണമാണ് എന്ന് കരുതുന്നില്ല പോലീസ്. എന്താണ് അതിൻ്റെ കാരണം എന്നതിൽ അന്വേഷണമാണ്.